ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബില്യാർഡ്സ് ഗെയിമിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ്. നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമായി കാണാത്ത ഒരു ഗെയിമാണിത്. പക്ഷേ യൂറോപ്യൻ കൺട്രിയിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇവിടെ നന്നായിട്ട് പ്രചാരത്തിലുള്ള ഗെയിമാണ്. ഏകദേശം നമ്മുടെ ക്യാരം ബോർഡ് പോലെയാണ് ഈ ഗെയിം. ക്യാരം ബോർഡുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെ പറയാം. ഏതായാലും ഞാൻ ഗെയിമിനെ കുറിച്ച് വിശദീകരിക്കും. 2 തരം ബോളുകളാണ് ഇതിൽ ഉപയോഗിക്കുക. ഓരോ സെറ്റ് ബോളും 7 എണ്ണം വീതം ഉണ്ടാവും. പിന്നെ ഒരു ബ്ലാക്ക് ബോൾ. നമ്മുടെ ക്യാരം ബോർഡിൽ അതുപോലെ തന്നെ ഒരു റെഡ് ഉണ്ടാവും. അപ്പോൾ 2 ടൈപ്പ് ബോളാണ്. ഒരു ടൈപ്പ് ബോൾ ഇതാണ്. ഇതുപോലെ പകുതി ഒരു കളറും പിന്നെ ഒരു കളറായിട്ടുള്ള ഒരു ടൈപ്പ് ബോൾ. ഇങ്ങനത്തെ 7 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ബോൾ, ഫുൾ ഒരേ കളറിലൊരു ബോൾ. നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല ബോളും, ഫുൾ ഒരേ നമ്പറിലൊരു ബോൾ കാണാൻ വരുന്നു. ഇങ്ങനെ 2 തരം ബോളുകളാണ്. 7 വീതം ഉണ്ടാവും 2 തരം ബോളുകളും. പിന്നെ ഒരു ബ്ലാക്ക് ബോൾ. നമ്മുടെ ക്യാരംസിലുണ്ടാവും ഒരു ലാസ്റ്റ് ഒരു റെഡ് ക്യാരം ഉണ്ടാവും. അതേപോലെയാണ് ഈ ഗെയിം. സ്ട്രൈക്കർ ഉപയോഗിച്ച് നമ്മുടെ ക്യാരംസിലുണ്ട് ഒരു സ്ട്രൈക്കർ ഉണ്ടാവും. അതേപോലെ ഇതുപോലെ ഒരു വൈറ്റ് സ്ട്രൈക്കർ ഉപയോഗിച്ചാണ് ഈ ഇതുപോലുള്ളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചാണ് കളിക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ച് മറ്റേ ബോളുകൾ നമ്മൾ പോക്കറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കൂടുതൽ ബോളുകൾ അവരുടെ ബോളുകൾ പോക്കറ്റ് ചെയ്താണ് ജയിച്ചത്. മറ്റേ ക്യാരംസ് പോലെ തന്നെയാണ്. അവസാനം ആ ബ്ലാക്ക് ബോളും കൂടി പോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ കളി കളിക്കും. അത്രയേ ഉള്ളൂ. ഏകദേശം ക്യാരംസ് പോലെ തന്നെയാണ്. പിന്നെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരംസിനേക്കാൾ കുറച്ച് ഡിഫറൻറ്റ് ചെറിയൊരു നിയമങ്ങളുണ്ട്. അതായത് നമ്മൾ മറ്റേ ആളുടെ ബോൾ, എതിർ പാർട്ടിക്കാരൻ്റെ ബോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് 2 ഷോട്ട് 2 തവണ കളിക്കാനുള്ള ചാൻസ് കിട്ടും. അതുപോലെ തന്നെ ഈ വൈറ്റ് നമ്മൾ ക്യാരംസ് പോലെ തന്നെ നമ്മളെ സ്ട്രൈക്കർ പോക്കറ്റിൽ പോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാലും ഒക്കെ 2 ഷോട്ട് അടുത്ത ആൾക്ക് കിട്ടും. അതുപോലെ തന്നെ കൈ കൊണ്ടോ അതുപോലെ സ്റ്റിക്കിന്റെ മറ്റു ഭാഗങ്ങൾ കൊണ്ടൊക്കെ ബോർഡിനകത്ത് തട്ടി കഴിഞ്ഞാലും അടുത്ത ആൾക്ക് 2 ഷോട്ട് കിട്ടും. അത്രേ ഉള്ളൂ. വലിയ മറ്റേ നമുക്ക് ക്യാരംസിൽ 4 ഹോൾ ഉണ്ടാവും. ഇവിടെ 1, 2, 3, 4, 5, 6 6 ഹോൾ ഉണ്ട്. 6 ഹോളുകളുണ്ട്. ക്യാരംസിൽ നമുക്ക് 4 സൈഡിൽ 4 ഹോളേ ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാരംസിൽ സെൻട്രലിൽ ലൈൻ ഉണ്ടാവും ക്യാരം ബോർഡിൽ. പക്ഷെ ഇത് ലൈൻ ഇല്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കളിക്കാൻ ഒറ്റ ലൈനേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ ലൈൻ ഉണ്ട്. നമ്മൾ കളിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് ഇതിന് പുറകിലേ വെക്കാൻ പോകണം ബോൾ. ഇതിന് പുറകിൽ വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രൈക്കർ കൊണ്ട് ഇങ്ങനെ കളിക്കും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കളിക്കുന്നത് ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെയാണ് കളിക്കുക. കളി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ബോൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന് സെൻട്രൽ അടിക്കണം. ഇപ്പൊ ഒരു ബോളും പോയില്ല. ഇപ്പൊ അടുത്ത ആൾ കളിക്കാൻ വരുന്നു. അടുത്ത ആൾ ഇതിന് മാത്രമേ കളിക്കാൻ പോകുള്ളൂ. ഈ വഴി മുകളിൽ മാറ്റില്ല. ഒരു ബോൾ പോക്കറ്റ് ചെയ്തപ്പോൾ ഇനി എനിക്ക് ആ ബോളെ കളിക്കാൻ പറ്റും. മറ്റേ ബോൾ മറ്റാളുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനം വരുന്ന ബോൾ മാറ്റി. ഗെയിമിനെ കുറിച്ച് എപ്പോഴൊപ്പം പറയാം. ഇത്രയാണ് ഗെയിമിനെ കുറിച്ചുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ റീപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.